തിരക്കായിരുന്നതുകൊണ്ട് നേരത്തെ കണ്ട് സംസാരിക്കണം പറ്റിയില്ല. അതാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ശീതൽ ചേച്ചി പറഞ്ഞു നിങ്ങൾ പോകാൻ നിൽക്കുമെന്ന്. തെച്ചി വിനായകനെ നോക്കിയൊരു ചിരിയോടെ പറഞ്ഞു. അതെടാ, ഞങ്ങൾ പോകാൻ നിൽക്കുക. എന്തായാലും ഇനി ഫംഗ്ഷന് കാണാം. വിനായക് അവളെ കവളൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. ദക്ഷ. എറിക്കിൻ്റെ മുറുകിയ ശബ്ദം കേട്ട് തെച്ചു തിരിഞ്ഞു നോക്കി. അവൻ്റെ വലിഞ്ഞു മുറുകിയ ഭാവം കണ്ട് വിനായക് ചിരി കഴിച്ചു പിടിച്ചു. ആ ഇച്ച, ഞാൻ സാറിനോട് സംസാരിക്കുകയായിരുന്നു. തെച്ചി ചിരിയോടെ പറഞ്ഞു കേട്ടൊന്ന് മോളിക്കണ്ട് എറിക്ക് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. നീ പോയി കാറിൽ കയറിക്കേ. പാർവതിക്ക് നീയില്ലാതെ വേറൊരാ വീട്ടിലൊരു കൂട്ട്. എറിക്ക് ഗൗരവത്തോടെ പറഞ്ഞു കേട്ടതും തെച്ചു തല കുലുക്കിക്കൊണ്ട് എറിക്കിൻ്റെ കാറിലേക്ക് കയറാൻ നടന്നു. നിനക്ക് ഇപ്പോഴും അതേ സ്വഭാവം തന്നെയാ അല്ലേ എറി? നിന്റെ ദക്ഷയെ ഞാൻ തട്ടിയെടുക്കാൻ വരുന്ന പോലൊരു ഭാവമാണ് നിനക്ക് എപ്പോഴും. വിനായക് എറിക്കിനെ നോക്കി ചിരിയോടെ പറഞ്ഞു. അത് കേട്ടതും എറിക്ക് അമർഷത്തോടെ അവനെ നോക്കി. അവളുടെ കാര്യത്തിൽ മാത്രം ഞാൻ അങ്ങനെയാ. എറിക്ക് ഗൗരവത്തിൽ പറഞ്ഞു കേട്ട് വിനായക് തല കുലുക്കി. ഇത് എറിക്ക് വിനായകിൻ്റെ അടുത്ത് നിൽക്കുന്നവനെ ഒന്ന് നോക്കിക്കൊണ്ട് സംശയത്തോടെ സ്വയം ചോദിച്ചു. നമ്മുടെ കൂടെ തന്നെ പഠിച്ചതാ, പാർവതിയുടെ ഫ്രണ്ടാണ്, നീ ശ്രദ്ധിച്ചു കാണില്ല. വിനായക് പറഞ്ഞതിന് എറിക്ക് അവനെ കടുപ്പിച്ചെന്ന് നോക്കി. ഹായ് എറിക്, സുർജിത്ത് ഇപ്പോൾ കോളേജിൽ പ്രൊഫസറാണ്. അയാൾ എറിക്കിന് നേരെ കൈ കൊടുത്തുകൊണ്ടൊരു ചിരിയോടെ പറഞ്ഞു. ഹായ് സുർജിത്ത്, എനിക്ക് വലുതായി ഓർമ്മയില്ല. എറിക്ക് ഗൗരവത്തിലൊന്ന് പുഞ്ചിരിച്ചു. അതിനവൻ ചിരിയോടെ തല കുലുക്കി. ഇച്ച വാ, ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി. എറിക്കിൻ്റെ കാറിലിരുന്നു കൊണ്ട് തല വെളിയിലിട്ട് അവനെ ഉറക്കെ വിളിക്കുന്ന ദച്ചുവിനെ കണ്ട് അവരോട് യാത്ര പറഞ്ഞ് വേഗം എറിക്ക് അവളുടെ അടുത്തേക്ക് നടന്നു. ആ സമയം സൂര്യയുടെ കണ്ണ് അവളിൽ മാത്രം ഒതുങ്ങി നിന്നു. വേണ്ട മോനെ, നിൻ്റെ അങ്ങോട്ടുള്ള ആ നോട്ടം അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട കേട്ടോ. പിന്നെ നിൻ്റെ സുന്ദരമായി ഈ തല ചിലപ്പോൾ ഈ കഴുത്തിന് മുകളിൽ കണ്ടെന്ന് വരില്ല. സൂര്യയുടെ നോട്ടം ദച്ചുവിന് നേരെയാണെന്ന് കണ്ട് വിനായക് അല്പം ഗൗരവത്തിൽ പറഞ്ഞു. അവൻ പറഞ്ഞു കേട്ടതും സൂര്യ മനസ്സിലാവാതെ വിനായകനെ നോക്കി. ദക്ഷിണയുടെ നെറ്റിയിൽ ചുവന്ന് കിടക്കുന്ന സിന്ദൂരത്തിൽ നിന്റെ കണ്ണ് എത്തിയില്ല എന്നെനിക്ക് തോന്നി. അതെങ്ങനെ പറഞ്ഞത്? ആ ചുവന്ന് കിടക്കുന്ന സിന്ദൂരത്തിന് അവകാശിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പോയവൻ. അതാ പറഞ്ഞത് ആ നോട്ടമൊന്നും അങ്ങോട്ട് വേണ്ടെന്ന്. വിനായക് സൂര്യയുടെ തോളിൽ കയറ്റുകൊണ്ട് പറഞ്ഞു. ഹേയ്, ഞാൻ വെറുതെ. സൂര്യ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും വിനായക് തല കുലുക്കി. എന്തായാലും നീ വാ, ഇനിയിപ്പോൾ ഇവിടെ ആരെ കാണാനാണ്? വിനായക് പറയുമ്പോൾ ഒരു ചിരിയോടെ സൂര്യ അവൻ്റെ ഒപ്പം നടന്നു. കൂടെ തെച്ചു പോയ വഴിയിൽ നിരാശയോടെ നോക്കാനും അവൻ മറന്നില്ല. ഐശ്വര്യമായിട്ട് വലതുകാലെടുത്ത് വെച്ച് തന്നെ അകത്തേക്ക് വായടത്തി. ലക്ഷ്മി വിളക്ക് നീട്ടി സമയം തന്നെ തേച്ചു പാർവതിയുടെ ഒരു ചിരിയോടെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടു പാർവതി ദീർഘമായി എന്ന് നിശ്വസിച്ചുകൊണ്ട് ദൈവങ്ങളെ മനസ്സിൽ വിളിച്ച് വിളക്ക് വാങ്ങി വലതുകാലെടുത്ത് വെച്ച് ആ വീട്ടിലേക്ക് കയറി. തേച്ചു ചിരിയോടെ കൈ അടിച്ച് പാർവതിയെ സ്വീകരിച്ചു. അതിന് സ്നേഹത്തിൽ ചാരിച്ച് നിറഞ്ഞ ചിരിയായിരുന്നു പാർവതി അവൾക്ക് മടക്കി നൽകിയത്. ഇനിയിപ്പോൾ വിളക്ക് കൊണ്ടുപോയി പൂജാമുറിയിൽ വയ്ക്കാം. ഏട്ടത്തി വാ, പൂജാ റൂം ഞാൻ കാണിച്ചു തരാം. ദേശു പാർവതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്രദ്ധയോടെ മുന്നോട്ട് നടന്നു. കൂടെ ഒരിളം ചിരിയോടെ ദേവനും. വിളക്ക് പൂജാമുറിയിൽ കൊണ്ടുവച്ച് മനസ്സ് നിറഞ്ഞെന്ന് തൊഴുതു പാർവതി. കൂടെ ദേവനും പ്രാർത്ഥിച്ചു. തൊഴുതു പിടിച്ച കൈ നേരിയാക്കി കണ്ണ് തുറന്ന പാർവതിയെ നോക്കി ദേശു ചോദിച്ചു കേട്ടതും അവളൊന്ന് തല കുലുക്കി. എന്നാൽ പിന്നെ നമുക്ക് അമ്മയുടെ റൂമിലേക്ക് പോകാം. ഇവിടെ പിന്നെ അയൽക്കാരൊന്നും കല്യാണം പിന്നെ തൂക്കി നോക്കാനൊന്നും നിൽക്കുന്നില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊക്കെ ഒന്ന് മാറ്റി കുറച്ച് നേരം ഏട്ടത്തി ഒന്ന് വിശ്രമിക്കേ. അത് കഴിഞ്ഞ് ഫംഗ്ഷന് വേണ്ടി ഒരുക്കാൻ ആൾ വരും. അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി. പിന്നെ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മതി. ദച്ചു ക്ഷീണത്തോടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദേവേണ്ണ എന്തായാലും റൂമിലേക്ക് പൊയ്ക്കോ, ഏട്ടത്തി അങ്ങോട്ട് രാത്രി വന്നോളും. ദച്ചു പാർവതിയും കൊണ്ട് ലക്ഷ്മിയുടെ റൂമിലേക്ക് നടക്കുമ്പോൾ ദേവനോട് കുറുമ്പോടെ പറഞ്ഞു. അത് കേട്ടൻ ദേവൻ പാർവതിക്ക് നേരെ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു. പിന്നെ ദച്ചുവിന് തലയ്ക്കൊരു കൊട്ടും കൊടുത്തുകൊണ്ട് ഹാളിലേക്ക് നടന്നു. ആ പെണ്ണിനി മോൾക്കൊരു സമാധാനം കൊടുക്കില്ല. വാലി, നമുക്ക് അവിടേക്ക് പോകാം. ദച്ചു പാർവതിയെ കൊണ്ടുപോകുന്നത് കണ്ടതും ആലീസിനോട് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടെ പുറകെ നടന്നു. അങ്ങനെ ഒരാളുടെ കാര്യം കഴിഞ്ഞു. ഇനി 2 പേരിൽ. ഇനി എന്താണോ എന്തോ. അതൊക്കെ കഴിഞ്ഞ് എനിക്ക് സമയമാകുന്നത്. ജോ സോഫയിൽ ചാരി ഇരുന്നുകൊണ്ട് ഒന്ന് നെടുവീർപ്പെട്ടു. നിനക്ക് സമയത്തിനിപ്പോൾ എന്താ കുഴപ്പം? ആരും ഇപ്പം തന്നെ നിനക്ക് വേണ്ടി തപസ്സിരിക്കുമല്ലേ? അവളോടൊരു വാക്ക് പറഞ്ഞാൽ പോരെ? നിൻ്റെ കൂടെ എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി. ജോയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ആരും പറഞ്ഞു കേട്ടതും ജോ ദേഷ്യത്തിൽ അവൻ്റെ കൈ എടുത്ത് മാറ്റി. ദേ, ഏട്ടനാണെന്ന് ഞാൻ നോക്കില്ല, എടുത്തൊരു വീക്ക് വെച്ച് തരും. ജോ കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് അവിടെ ചാടി എഴുന്നേറ്റുകൊണ്ട് തൻ്റെ റൂമിലേക്ക് നടന്നു. എഴുന്നേറ്റ് പോയി ഇന്ന് വിശ്രമിക്കുക പിള്ളേരെ. വൈകുന്നേരം ഫംഗ്ഷൻ കൂടെ കഴിഞ്ഞാൽ ഒന്ന് സ്വസ്ഥമാകാലോ. മാധവൻ പറഞ്ഞു കേട്ടതും ദേവനും എറിക്കും തല കുലുകിക്കൊണ്ട് അവിടെ റൂമിലേക്ക് നടന്നു. കൂടെ ശ്രീയും ആര്യനും. അങ്ങനെ ഒരാളുടെ കാര്യത്തിൽ കൂടെ തീരുമാനമായി അല്ല മാധവ? തരകൻ ദേവന് പോകുന്നു നോക്കിയൊരു ചിരിയോടെ പറഞ്ഞു. ഏയ്, ഇവിടെയുള്ളതിനെ പോലെ തല തിരിഞ്ഞതൊന്നുമല്ല. അടക്കവും മര്യാദയും എല്ലാം ഉള്ള കുട്ടിയാ പാർവതി മോള്. മാധവൻ ഒരു ചിരിയോടെ പറഞ്ഞു. അങ്ങനെ എൻ്റെ കൊച്ചിനെ നീ കുറ്റം പറയണ്ട.
ഈ വീട്ടിലെ ശ്വാസം പോലും ഞങ്ങളുടെ തെച്ചൂട്ടിയ. അത് നീ മറക്കരുത് മാധവ. തരകൻ അയാളെ നിന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ ആയിക്കോട്ടെ. മാധവൻ നിറഞ്ഞു ചിരിച്ചുകൊണ്ട് തല കുലുക്കി. ഹായ്, ഞാൻ സൂര്യ. അവൻ മുന്നിൽ നിൽക്കുന്ന തെച്ചുവിൽ മിഴികൾ ഉറപ്പിച്ചുകൊണ്ട് ചിരിയോടെ അവൾക്ക് നേരെ കൈ നീട്ടി. പാർവതിയുടെ ഫ്രണ്ട് എന്ന രീതിയിൽ അവൾ പരിചയപ്പെടുത്തിയതാണ് സൂര്യജിത്തിനെ. കൂടാതെ അവനും ഇവിടെ അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കാനും പറഞ്ഞു. അതിന് സമ്മതിച്ചുകൊണ്ട് തെച്ചു കുറച്ചു നേരമായി സൂര്യയുടെ അടുത്തിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഫംഗ്ഷൻ വരുന്നവരെ നോക്കി മനോഹരമായി പുഞ്ചിരിക്കാനും അവൾ മറന്നില്ല. ദച്ചുവിൻ്റെ ഓരോ ഭാവവും വളരെ ഇഷ്ടത്തോടെ നോക്കുന്നവനെ അവളും നോട്ട് ചെയ്തിരുന്നു. ദച്ചു ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് ജോയ്ക്ക് വേണ്ടി തിരിഞ്ഞു. ഓരോരുത്തരും ഓരോ വഴിക്കാണ്. വരുന്നവരോട് വിശേഷം ചോദിക്കാനും അവരെ സ്വീകരിക്കാനും ഓടി നടക്കുന്നുണ്ട്. സ്റ്റേജിൽ നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന ദേവനെയും പാർവതിയും കുറച്ചു നേരം നോക്കിന്നു അവൾ. ഇവർക്കൊക്കെ ചിരിച്ചിട്ട് കവൾ വേദനിക്കുന്നില്ല എന്തോ. ഹോ, എനിക്കാണെങ്കിൽ കല്യാണത്തിൻ്റെ അന്ന് കവളൊക്കെ വേദന എടുത്തിട്ട് വയ്യായിരുന്നു. അവൾ ആലോചനയോടെ അങ്ങനെ നിന്നു. ദക്ഷിണ എന്താ അവരെ നോക്കി ആലോചിക്കുന്നത്? പുറകിലും സൗമ്യമായുള്ള ശബ്ദം കേട്ടതും തെച്ച് തിരിഞ്ഞ് സൂര്യ ഒന്ന് നോക്കി. അവൻ അവളുടെ മറുപടി അറിയാൻ എന്നോണം അവളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. ഓ, ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടി കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ദച്ചു പതിയെ പിറുപിറുത്തു. എൻ്റെ പൊന്നു ചേട്ടാ, അടുത്ത ക്രൂരമായൊരു മരണം കൂടെ കാണാൻ എന്നെക്കൊണ്ട് വയ്യ. അതുമല്ല, എന്തിനാണ് വെറുതെ നിങ്ങളുടെ വീട്ടുകാരുടെ ശാപം കൂടെ ഞാൻ വാങ്ങി വെക്കുന്നത്? ഇതിനെല്ലാം പുറമെ ഇച്ചിക്ക് എങ്ങാനും ജയിലിൽ പോകേണ്ടി വന്നാലോ? ഞാൻ പിന്നെ കണ്ണുനീരും കരച്ചിലുമായി കഴിയേണ്ടി വരില്ലേ? അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നൊന്ന് വെറുതെ വിട്. ദച്ച് സൂര്യയുടെ മുന്നിൽ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് അവൻ അവളെ മിഴിച്ചു നോക്കി. എടോ, താനിത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? എൻ്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് ചേട്ടൻ എന്തായാലും മനസ്സിലായി കാണുമല്ലോ. പിന്നെയും ഇങ്ങനെ എൻ്റെ പുറകെ നടന്ന് കൊത്തിപ്പിറക്കുന്ന എന്തിനാ? ചുമ്മാ എൻ്റെ ആങ്ങളമാടിയും ഇച്ചയുടെയും കൈക്ക് പണിയാക്കേണ്ടെന്ന് നേരത്തെ പറഞ്ഞതാണ്. ചിലപ്പോൾ ഈ 2 കാലിൽ ചേട്ടൻ ഇവിടെ നിന്ന് പോകാൻ പറ്റിയില്ലെങ്കിലോ? ദച്ചു പറഞ്ഞു കേട്ട് അവൻ്റെ മുഖം ഒന്ന് വിളറി. ഞാൻ അങ്ങനെയൊന്നും അവൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. സാരില്ല ചേട്ടാ, എനിക്ക് മനസ്സിലാകും. ഇത്രയും സുന്ദരിയായി നിൽക്കുന്ന എന്നെ നോക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. സൗന്ദര്യം ആസ്വദിക്കാനുള്ളതല്ലേ. പക്ഷേ ആ നിൽക്കുന്ന എൻ്റെ കെട്ടിയോനില്ലേ? തെച്ചു മുന്നിൽ കുറച്ച് മാറി ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇറക്കിനെ ചൂണ്ടി കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇച്ച, ആൾക്ക് എന്നെ വേറെ ആരും നോക്കുന്ന ഇഷ്ടമല്ല. വെറുതെ ഒരു കാര്യമില്ലാതെ കൈയും കാലുമൊക്കെ ഒഴിച്ചിടും. ചിലപ്പോൾ കഴുത്തായിരിക്കും പിടിച്ചൊടിക്കുന്നത്. അതൊക്കെ ഇച്ചയുടെ ഓരോ ദിവസത്തെയും മൂഡ് പോലെ ഇരിക്കും. അതാ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പുറകെ നടക്കേണ്ടത്. ഇപ്പം മനസ്സിലായോ? തെച്ച് സൂര്യയോട് ചോദിക്കുമ്പോൾ അവനായിരുന്ന അർത്ഥത്തിൽ തലയാട്ടി. എന്നാൽ പിന്നെ ദക്ഷിണ പോയിക്കോളൂ, വെറുതെ തൻ്റെ ഈച്ച ദേഷ്യം പിടിപ്പിക്കേണ്ട. സൂര്യ കർച്ചീഫ് എടുത്ത് തൻ്റെ വിയർപ്പ് തുള്ളികൾ ഒപ്പിക്കൊണ്ട് വെപ്രാളത്തോടെ പറഞ്ഞു. അയ്യോ, അപ്പം ചേട്ടനൊരു കൂട്ട് വേണ്ടേ? ഏയ് വേണ്ട, ഞാനെന്തായാലും ഇറങ്ങാൻ നിൽക്കുക. അവൻ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു. കഴിച്ചിട്ടേ പോകാവൂ കേട്ടോ, നല്ല ഫുഡെല്ലാം ഉണ്ട്. ദച്ചു പറഞ്ഞതിന് അവനൊന്ന് തല കുലുക്കി വേഗത്തിൽ അവളുടെ അടുത്തു നിന്നും നടന്നു നീങ്ങി. പാവം പേടിച്ചു പോയെന്ന് തോന്നുന്നു. എന്തായാലും ജീവിച്ചു പോട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഈച്ചയ്ക്ക് പണിയാകും. ദച്ചു സൂര്യ പോകുന്ന നോക്കിയൊരു ചിരിയോടെ പറഞ്ഞിട്ട് ജോയെ തപ്പിയിറങ്ങി. ഹേയ്, ശ്രീ തൻ്റെ ദേഹത്തേക്ക് വീണ ഗ്ലോറിയെ 2 കൈകൊണ്ടും പിടിച്ചു വെച്ചു. സോറി, ഞാൻ പെട്ടെന്ന് കണ്ടില്ല. ഗ്ലോറി അവൻ്റെ കയ്യിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചുകൊണ്ട് വെപ്രാളത്തോടെ പറഞ്ഞു. പക്ഷെ പറഞ്ഞു തീരും മുന്നേ സ്ത്രീ അവളെയും കൊണ്ട് പാർട്ടി ഹാളിൻ്റെ വെളിച്ചം കിട്ടാത്ത ഒരു മൂലയിലേക്ക് മാറി. എന്താണ് ഇത്? എന്നെ വിട്ടേ. ഗ്ലോറി അവൻ്റെ കയ്യിൽ നിന്നും പിടഞ്ഞു മാറാൻ നോക്കി. മാഡം പ്ലീസ്, സ്വയം ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്നും മാറാൻ ശ്രമിക്കും. ശ്രീ അല്പം ദേഷ്യത്തിൽ അവളോട് പറഞ്ഞു. അവൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും ഗ്ലോറി തന്നെ സ്വയം ഒന്ന് നോക്കി. പെട്ടെന്ന് ഞെട്ടി അവൾ ശ്രീയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കിപ്പോയി. ഇത് അഴിഞ്ഞുപോയി. താൻ കൊടുത്ത സാരിയിലേക്ക് നോക്കി അല്പം പകപ്പോടെ ഗ്ലോറി പറഞ്ഞു കേട്ട് ശ്രീ ചുറ്റുപാടും ഒന്ന് നോക്കി. തങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി വേഗം തന്നെ അവളെയും കൊണ്ട് അവൻ അവിടെയുള്ളൊരു കുഞ്ഞു റൂമിലേക്ക് കയറി. ഞാൻ പുറത്ത് നിൽക്കാം, മേഡം ഇതൊന്ന് റെഡിയാക്കി വന്നാൽ മതി. ശ്രീ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അയ്യോ പോകല്ലേ. ഗ്ലോറി പുറകിൽ നിന്നും വിളിച്ച് കേട്ടതും ശ്രീ സംശയത്തോടെ അവളെ തിരിഞ്ഞു നോക്കി. എന്താ മേഡം? എനിക്ക് തൊടുക്കാനറിയില്ല. ഗ്ലോറി അഴിഞ്ഞുപോയി മുന്താണി കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് സ്ത്രീയെ ദയനീയമായി എന്ന് നോക്കി. അവളെ നിൽപ്പ് കണ്ടൊന്ന് ഉമ്മിനീരിറക്കിക്കൊണ്ട് ശ്രീ അങ്ങനെ തന്നെ നിന്നുപോയി. അല്ല, അതിപ്പോൾ ശ്രീ നെറ്റിലൊന്ന് കൈ കൊണ്ട് അമർത്തി പിടിച്ചു. പ്ലീസ് ശ്രീ, താൻ എന്നെ ഹെൽപ്പ് ചെയ്യ്. ഇത് എങ്ങനെയാണ് ചുറ്റേണ്ടതെന്ന് എനിക്കറിയില്ല, അവൾ ദയനീയമായി പറഞ്ഞു. അത് കേട്ടതും ശ്രീ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളെ അഴിഞ്ഞുപോയി സാരി പിടിച്ചെടുത്തു. അപ്പോഴേക്കും മുന്നിൽ പ്ലേറ്റ് എടുത്ത് കുത്തിയ ഭാഗവും അഴിഞ്ഞ് താഴെ വീണു. അത് കണ്ട് അവൻ അവളെ നിന്ന് കടുപ്പിച്ച് നോക്കി. അല്ല, അത് പിന്നെ അവൾ എന്തു പറയണമെന്നറിയാതെ അങ്ങനെ നിന്നുപോയി. അതിനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് ശ്രീ ആ സാരി മൊത്തത്തിൽ കയ്യിലെടുത്തു. മേഡത്തിന് തൊടുക്കാൻ ഒട്ടും അറിയില്ലേ? ശ്രീ ഒന്നുകൂടെ ചോദിച്ചു. അതിനവൾ ഇല്ലെന്നതുപോലെ തലയാട്ടി.
പിന്നെ എന്തിനാ ഇതൊക്കെ ചുറ്റിക്കൊണ്ടുവന്നത്? മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ അഴിഞ്ഞു വീണതെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അവൻ അല്പം കടുപ്പത്തിൽ പറഞ്ഞു. അത് കേട്ട് ഗ്ലോറി മിണ്ടാതെ നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഇതൊന്നും ഇവിടെ തിരികെ വെച്ചോ. അവൻ സാരിയുടെ തുമ്പ് പിടിച്ച് ഇടുപ്പിൽ തിരുകാൻ കൊടുത്തു. ശ്രീ പറയുന്നത് പോലെയെല്ലാം അവൾ ചെയ്തു. കുറച്ചു കഴിഞ്ഞ് മനോഹരമായി തന്നെ ശ്രീ അവൾക്ക് സാരി ഉടുപ്പിച്ചു കൊടുത്തിരുന്നു. ഇതൊക്കെ തനിക്ക് നന്നായി അറിയാം അല്ലേ? അവൾ തെളിഞ്ഞ മുഖത്തോടെ അവനെ നോക്കി. അത് കേട്ട് അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ശ്രീ പുറത്തേക്കിറങ്ങി. ഹോ, കുറച്ചു നേരം കൂടി അവിടെ നിന്നിരുന്നെങ്കിൽ ഞാൻ വല്ല കടുങ്കയും ചെയ്യുമായിരുന്നു. ശ്രീ അവളെ നിൽപ്പ് ഓർത്തുകൊണ്ട് തല വെട്ടിച്ചുകൊണ്ട് പിറുപിറുത്തു. ശ്രീ പോന്ന് നോക്കുന്ന ഗ്ലോർ തന്നെ സാരി നോക്കി മനോഹരമായി എന്ന് പുഞ്ചിരിച്ചു. എന്താണ് ആകെ ഒരു ക്ഷീണം പോലെ? സണ്ണിച്ചേൻ പണി വെച്ചോ? ദശു രേവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് രഹസ്യം പോലെ ചോദിച്ചു. അതിന് നാണത്തിൽ കുതിർന്നൊരു പുഞ്ചിരിയായിരുന്നു രേവതിയുടെ മറുപടിയായി കൊടുത്തത്. അപ്പം സത്യമാണോ? ദച്ചുവിൻ്റെ കണ്ണുകൾ രണ്ടും വിടർന്നു വന്നു. 2 ദിവസമായി അറിഞ്ഞിട്ട് പെട്ടെന്നൊന്ന് തല കറങ്ങി വീണു. നിങ്ങളെ വിളിച്ചറിയിക്കണമെന്ന് കരുതിയതാണ്. പിന്നെ ഇവിടെ തിരക്കൊക്കെ അല്ലേ എന്ന് കരുതി. അവൾ ദച്ചുവിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. എനിക്കൊത്തിരി സന്തോഷമുണ്ട് ചേച്ചി. നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടല്ലോ. ദേച്ചിയോളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കവളിൽ ചുംബിച്ചു. അതിൽ നിന്ന് നിറഞ്ഞു പുഞ്ചിരിച്ചു രേവതി. വിശേഷമെല്ലാം അറിഞ്ഞു. ചിലവ് വേണം കേട്ടോ. അവരുടെ അടുത്തേക്ക് വന്ന സണ്ണിയെ നോക്കി ദേച്ചു കുറുമ്പോടെ പറഞ്ഞു. ഓ, അതിനിപ്പോൾ എന്താ, ഉറപ്പായിട്ടും തരും. അവനും പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കുക കേട്ടോ. ഭാര്യയെ ശ്രദ്ധിച്ചോണം. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ദേച്ചു അവരെ നോക്കി തല കുലുക്കിക്കൊണ്ട് തൻ്റെ അരികിലേക്ക് വരുന്ന ശീതളിൻ്റെ അടുത്തേക്ക് നടന്നു. ക്ഷീണം വല്ലതും ഉണ്ടോടാ? രേവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സണ്ണി സംശയത്തോടെ ചോദിച്ചു. എനിക്കൊരു കുഴപ്പമില്ല ചായ. എപ്പോഴും ഇങ്ങനെ ചോദിക്കണ്ട. രേവതി പറഞ്ഞു കിട്ടി സണ്ണി അവളെ നോക്കിയെന്ന് കണ്ണൊട്ടി. ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് എൻ്റെ സ്വത്താണ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അവൻ ദേഷ്യത്തിൽ പറഞ്ഞു കേട്ടും രേവതി പുഞ്ചിരിയോടെ നിന്നു. ദച്ചുട്ടാ. ശീതൾ ദച്ചുവിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവളെ ദയനീയമായി വിളിച്ചു. വിഷ്ണുവേണ്ണും വിനായക് സാറും കഴിച്ചായിരുന്നോ? അവൾ ശീതളിനെ നോക്കിയൊന്ന് കണ്ണൊട്ടിക്കൊണ്ട് അവിടെ അടുത്ത് നിൽക്കുന്ന വിഷ്ണുവിനോടും വിനായകനോടും ചോദിച്ചു. കഴിച്ചു തേച്ചു, ഞങ്ങൾ പോകാൻ നിൽക്കുകയായിരുന്നു. വിഷ്ണു ചീരിയോടെ പറഞ്ഞു. എന്തായാലും നിങ്ങൾ അങ്ങോട്ടിരിക്കുക. ഞാൻ ചേച്ചിയോട് ഒരു കാര്യം പറയട്ടെ. ചേച്ചി അവരോട് പറഞ്ഞിട്ട് ശീതളിനെയും കൊണ്ട് ആരിൻ്റെ അടുത്തേക്ക് നടന്നു. അയ്യോ മോളെ, ഇപ്പം വേണ്ട, പിന്നെ ചോദിച്ചാൽ മതി. ആരിൻ്റെ അടുത്തേക്കാണ് തന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് മനസ്സിലായതും ശീതൾ വെപ്രാളത്തോടെ ദച്ചുവിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. മിണ്ടാതെ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ എന്നെക്കാൾ മൂത്തതാണെന്ന് ഞാൻ നോക്കില്ല. ചവിട്ടിക്കൂട്ടി ഇവിടെ എവിടെയെങ്കിലും ഇടും. ദച്ചി ഇടുപ്പിൽ കൈകുത്തി പറഞ്ഞു കേട്ടതും ശീതൾ പിന്നെ ഒന്നും മിണ്ടാൻ നിന്നില്ല. ആര്യടാ. ദച്ചു വിളിച്ചു കേട്ടാണ് ആര്യൻ തൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ നിന്നും തിരിഞ്ഞു നോക്കിയത്. ദച്ചുവിൻ്റെ ഒപ്പം വരുന്ന ശീതളിനെ കണ്ട് ആര്യന് പുരികം വന്ന് ചൊടിഞ്ഞു. എന്താ ദച്ചു? എനിക്കിങ്ങനെ ശീതൾ ചേച്ചിക്ക് ബ്രോക്കർ പണി ചെയ്യാനൊന്നും വയ്യ. ആര്യേട്ടന് ചേച്ചിയോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞോണം. വിനായക് സാർ ചേച്ചിയുടെ കല്യാണം തീരുമാനിക്കുള്ള പുറപ്പാടിലാണെന്ന്. ആര്യേട്ടന് ഇഷ്ടമില്ലെങ്കിൽ അതിപ്പോൾ പറയണം. എന്നിട്ട് ഇതോടെ നിർത്തിക്കണം. ദച്ചു ശീതളിനെ കൂർപ്പിച്ച് നോക്കി പറഞ്ഞു കേട്ടതും ശീതൾ സങ്കടത്തോടെ തല കുലുക്കി. അവൾ നിറഞ്ഞു വരുന്ന കണ്ണ് കണ്ട് ദച്ചു ഒരു ദീർഘശ്വാസം എടുത്തു. നമ്മളെ ഇഷ്ടമില്ലാത്തവരെ എന്തിനാ ചേച്ചി നിർബന്ധിക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമില്ലേ? ദച്ചു ശീതളിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവൾ മെല്ലെ എന്ന് മോളി. ഞാനിനി ഇങ്ങനെ പുറകെ വരില്ല ദച്ചു. എങ്കിലും ഒരിക്കൽ കൂടി ചോദിക്കാമായിരുന്നു എന്ന് മനസ്സ് പറയരുതല്ലോ, അതാ. ശീതളിൻ്റെ ശബ്ദം ഒന്ന് നേർത്തുപോയി. ഇതിനെന്താണ് മറുപടി ആര്യേട്ടന് പറയാനുള്ളത്? എന്താണെങ്കിലും ഒറ്റ വാക്കിൽ പറഞ്ഞണം. ദച്ചു കൈകെട്ടി ആരിനെ കൂർപ്പിച്ച് നോക്കി. അല്ല, അത് പിന്നെ ശ്രീയേട്ടൻ്റെ കല്യാണം കഴിയാതെ ഞാനെങ്ങനെയാ ശീതളിൻ്റെ കാര്യം പറയുന്നത്? മാത്രമല്ല എൻ്റെ പഠിത്തം കഴിഞ്ഞതുമില്ല. ആര്യൻ താടിയിൽ കൈ കൊടുത്ത് പറഞ്ഞു കേട്ടതും ശീതൾ വിശ്വാസം വരാതെ അവനെ കണ്ണുകൾ വിടർത്തിയൊന്ന് നോക്കി. അപ്പോൾ ആര്യന് എന്നെ ഇഷ്ടമാണോ? ശീതൾ അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ചോദിച്ചു. ഇഷ്ടമില്ലാതെ പിന്നെ കേട്ടാൻ നിൽക്കുമോ? നിനക്ക് ഇത്രയ്ക്ക് ബുദ്ധിയുള്ളൂ? ആര്യൻ അവളെ ഇന്ന് കൂർപ്പിച്ച് നോക്കി. ശീതൾ സന്തോഷത്തോടെ ആര്യനെ വട്ടം കറക്കിക്കൊണ്ട് അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു. അത് നോക്കിയെന്ന് ദച്ചു തലയിൽ കൈ വെച്ച് പോയി. ആര്യനാണെങ്കിൽ കൂളായിട്ട് നിൽക്കുക. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണെന്ന പോലെ. എന്നാൽ പിന്നെ എനിക്ക് വരുന്ന എല്ലാ കല്യാണാലോചനയും മുടക്കിക്കൊള്ളാം. ശ്രീയേട്ടൻ്റെ കെട്ട് കഴിയട്ടെ ആദ്യം. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോകുക. ഏട്ടൻ നോക്കി നിൽക്കുക. ബൈ ആര്യ. ശീതൾ ആര്യൻ്റെ കവളിലൊന്ന് കുത്തിക്കൊണ്ട് നാണത്തോടെ വിനായകൻ്റെ അടുത്തേക്ക് ഓടി. ഇതിലും എന്തോ വലത് വരാനിരുന്നതാണ്. സാരില്ല, ഇങ്ങനെ അങ്ങ് തീരട്ടെ. ദച്ചു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടതും ആര്യൻ അവളെ തലയിൽ നിന്ന് കൊട്ടിക്കൊണ്ട് ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. പോട്ടെ ശ്രീ. ഗ്ലോറി ശ്രീയെ നോക്കി പതിയെ പറഞ്ഞു കേട്ടതും അവൻ അമ്പരപ്പോടെ അവളെ നോക്കിക്കൊണ്ട് തല കുലുക്കി. ഗ്ലോറി മറയുന്നത് വരെ സ്ത്രീയെ അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് പോയത്. എന്തൊരു തകരാറ് പോലെ. അവൻ വായും പൊളിച്ച് നിൽക്കുന്ന കണ്ട് ജോശ്രീയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പതിയെ പറഞ്ഞു. അതിനൊരു ചിരിയോടെ ശ്രീ തല കുലുക്കി.
ഗസ്റ്റ് എല്ലാവരും പോയി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിക്കാൻ നിൽക്കുവാണ് എല്ലാവരും. ഫംഗ്ഷൻ കൂടെ ആയതും പാർവതിയും ദേവനും കുഴഞ്ഞു പോയിരുന്നു. എല്ലാവരുടെയും കാര്യം അതുപോലെ തന്നെയായിരുന്നു. കാറിൽ ദേവിൻ്റെ അടുത്തിരുന്ന ദച്ചു ക്ഷീണത്തോടെ അവന് തോളിൽ ചാഞ്ഞു. ദച്ചുവിനെ ചേർത്ത് പിടിക്കുമ്പോൾ കണ്ണുകൾ അടഞ്ഞു പോകുന്ന പാർവതിയെ കൂടെ തന്നിലേക്ക് ചേർക്കാൻ ദേവൻ മറന്നുപോയില്ല. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ഏറിക്ക് ഒരു ചിരിയോടെ അത് നോക്കിയിരുന്നു. ഇനിയിപ്പോൾ ശ്രീയേട്ടനും ആര്യേട്ടനും കൂടെ അല്ലേ ദേവേട്ടാ? ദച്ചു ഒരു ദീർഘശ്വാസത്തോടെ ചോദിച്ചു. അപ്പം പിന്നെ ഞാനെന്താ സന്യസിക്കാൻ പോവാണോ? എറിക്കിൻ്റെ അടുത്തിരിക്കുന്ന ജോ തിരിഞ്ഞു നോക്കി ദച്ചുവിനോട് ചൂടായി. നീ കുഞ്ഞല്ലടാ, കല്യാണം കഴിക്കാൻ നിനക്കിനി വയസ്സുണ്ടല്ലോ. കുറഞ്ഞതൊരു 7-8 വയസ്സെങ്കിലും. പഠിത്തമെല്ലാം കഴിഞ്ഞ് ജോലിയൊക്കെ ഒന്ന് കയറട്ടെ, എന്നിട്ടല്ലേ കല്യാണമൊക്കെ. ദച്ചു ചിരിയോടെ പറഞ്ഞു കേട്ടതും അവനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് നേരെയിരുന്നു. എന്തായാലും നിങ്ങളെല്ലാം പതുക്കെ ഇറങ്ങിക്കോ, എനിക്കല്പം ജോലിയുണ്ട്, വായട്ടത്തി. വീട്ടിലെത്തിയതും പാർവതിയെ പിടിച്ചിറക്കിക്കൊണ്ട് ദച്ചു വീടിനകത്തേക്ക് നടന്നു. പുറകെ ഒരു ചിരിയുടെ ബാക്കിയുള്ളവരും